പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 15-126-56 ഒറ്റ നമ്പറല്ല, 3 നമ്പറാണ്. 15 ഒരു നമ്പർ, 126 നമ്പർ, 56 വേറെ നമ്പർ. ഈ നമ്പറിന് പ്രാധാന്യമുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ സൂചനകളാണ്. അത് വെച്ച് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവിക സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിക്കണം. കാര്യം ഇന്നത്തെ ധ്യാനത്തെ കേട്ടതുപോലെ ദൈവം സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സമീപസ്ഥനാകണത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവീശിക്കൊണ്ട് സങ്കീർത്തനങ്ങൾ 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് 34 എടുത്തേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. 34-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, ഇതാണ് കാലാവസ്ഥ. കർത്താവ് അടുത്ത് വരുന്ന കാലാവസ്ഥയാണ്. എന്താണ്? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് സമീപസ്ഥനാണ്. മനം തകർന്നവർക്ക് അവിടുന്നാണ് രക്ഷകൻ. ഇപ്പം സങ്കീർത്തനം 34:18 വചനമാണ്. അതായത് നമ്മൾക്ക് എപ്പോഴാണ് ഹൃദയം നുറുങ്ങിയത്, എപ്പോഴാണ് ജീവിതം തകർന്നിരിക്കുന്നത്, അപ്പോഴാണ് ദൈവം നമുക്ക് അടുത്തനുഭവിക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണത്. അത് മനസ്സിലാക്കിയിട്ട് നിരാശപ്പെടാതെ പ്രാർത്ഥനയിലും സൽപ്രവർത്തികളിലും നമ്മുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമായിട്ട് സ്വന്തം തലയിൽ കൈവെക്കുക. കർത്താവാണ് നിൻ്റെ തലയിൽ കൈവച്ചിരിക്കണമെന്ന് നീ ബോധ്യപ്പെടുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരെ ഈ ധ്യാനം ഏത് കാലത്ത് കേട്ടാലും അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുകയോ
കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഓരോ മകന് വേണ്ടി മകൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മക്കൾ ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം ഈ സമയം ഈ ധ്യാനം കൂടുന്നുവോ അവിടെ എല്ലാം കർത്താവേ അമ്മേ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ഓരോ അവയവങ്ങളിലും കർത്താവ്, ഓരോ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും ഞടിഞ്ഞെരുമ്പുകളിലും ധമനികളിലും ബിന്ദുക്കളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഓരോ ധമനികളിലും ഓരോ പേശികളിലും ഓരോ കോശങ്ങളിലും ധമനികളിലും അസ്ഥിക്കുഴികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ക്യാൻസർ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമം ഈ ആരാധനയുടെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. കൈകൾ തന്നെ എടുത്ത് രണ്ട് കൈകളും വയറിൽ വെക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഉദര സംബന്ധമായ രോഗങ്ങൾ ഉള്ള നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും ഉദരത്തിൽ ക്യാൻസർ, മക്കളില്ലാത്തവർ, പാങ്ക്രിയാസ് രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, പഴുപ്പ് രോഗങ്ങൾ, നടുവെല്ലിൻ്റെ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരട് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, രക്തം പൊക്കിൻ്റെ രോഗങ്ങൾ, മൊത്തം അറിയാതെ പോകുന്ന രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, കർത്താവേ, നിന്റെ സഭയിലെ സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവേ, 38 വർഷമായി അർപ്പിച്ച യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാർഗരോഗങ്ങൾ, തീരവേദികൾ, കിഡ്നി രോഗങ്ങൾ, നടുവേ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, ഉദര രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. രണ്ട് കൈ നെഞ്ചത്ത് വെക്കുക. ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, പതിരയിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഈശോ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവ് നിന്റെ തിരുമുറുപാർന്ന വരുന്നക്കാരും കർത്താവ് നെഞ്ചിൽ വെക്കണ പ്രാർത്ഥന കർത്താവേ. ബ്രസ്റ്റ് ക്യാൻസറുകൾ കർത്താവേ, നെഞ്ചിൻ്റെ മറ്റ് രോഗങ്ങൾ കർത്താവേ, നെഞ്ചിന് ശ്വാസമെടുക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവേ, ന്യൂമോണിയ, ടൈഫോയിഡ് രോഗങ്ങൾ കർത്താവേ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ കർത്താവേ, പിൻകഴുത്തിൻ്റെ രോഗങ്ങൾ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പതിര് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. മക്കളെ നെറ്റിയിൽ കൈവെക്കുക. രണ്ട് കൈകളും ചേർന്ന് നെറ്റി വെക്കുക. നിങ്ങളുടെ രോഗം മാത്രമല്ല, നിങ്ങൾ വീട്ടിലുള്ളവർ, അയൽവാസികൾ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഭവനത്തിലെ കാവൽക്കാരെ മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ നിശ്ചയം പോലെ ഉടമ്പടിയിലൂടെ നീ ആത്മബന്ധം ഉണ്ടാക്കാൻ പോകുന്ന സമയമാണിത്. ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ നെറ്റിയിൽ ശിരസ് കൈവച്ചുകൊണ്ട് എല്ലാവരുടെയും തലച്ചോറിന് വേദനയുള്ളവരുണ്ട്, ബ്രെയിൻ ക്യാൻസർ ഉള്ളവരുണ്ട്,
തലച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുന്നവരുണ്ട്, മൂക്കിന് കർത്താവെ വളഞ്ഞിരിക്കുന്നവരുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവില്ലാത്തവരുണ്ട്, ചെവിക്ക് കേൾവിയില്ലാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ തൊണ്ടകളിൽ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കണമേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യത്തിൽ എല്ലാ മാർഗരോഗങ്ങൾ, ശിരസംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ഉച്ച മുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ അസ്ഥി രോഗങ്ങൾ, പേശി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ന്യൂറോ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടന്തിക്കുക. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ മുട്ടന്തിക്കുന്നത് അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, സ്ഥലം, വഴി, പ്രൊമോഷൻ, പരീക്ഷ, റിസൾട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷയിലാണ് കേട്ടോ. അപ്പം എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. SLC-ക്കാരുണ്ട്, +2 ഉണ്ട്, +1 ഉണ്ട്, ഡിഗ്രിക്കാരുണ്ട്, പ്രൊഫഷണൽ പരീക്ഷക്കാരുണ്ട്. ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട്, ലേലം നിശ്ചയിച്ചു പോയിട്ടുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജയിലിലായപ്പെട്ടവരുണ്ട്, കേസായി പോയവരുണ്ട്. വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളിൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കുന്നവരുണ്ട്, ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വഴക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കോടതി കേസുകൾ അനുകൂലമായി വിധിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, ഏതെല്ലാം മക്കൾ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ തടസ്സം അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളം 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷമാറായ മധ്യസ്ഥത്തിൽ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത ദുരിത തടസ്സങ്ങൾ മാറിപ്പോയിക്കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മുട്ടനിക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവസ്നേഹ നിലപാടുകളിലൂടെ ദൈവപിതാവ്, എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ഞങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഉടമ്പടിയോട് കൂടുതൽ വിശ്വസ്തയോടെ പാലിച്ച് നിബന്ധനകൾ പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ